വയറ്റിൽ പഴകിയ മലം കെട്ടിക്കിടക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വയറ് രാവിലെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നതാണ് വൻകുടൽ. വൻകുടലിൽ അത്രയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും വലിച്ചെടുക്കുന്നതും ഈ ഒരു വൻകുടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ വൻകുടൽ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡും ക്ലീൻ ആയിട്ടിരിക്കും. ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയും. നമ്മൾ വയറാമാശയും അതേപോലെ വൻകുടലും എത്രത്തോളം ക്ലിയർ ആയിട്ട് ഇരിക്കുന്നോ അത്രത്തോളം നമ്മുടെ മൈൻഡിലെ സ്ട്രെസ്സോ അതേപോലെ തന്നെ ടെൻഷനോ ഇതൊക്കെ തന്നെ കുറവായിരിക്കും. മൈൻഡ് ഫ്രീ ആയിരിക്കും. നമുക്ക് ജോലികളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഉറക്കം എല്ലാം തന്നെ റെഗുലറൈസ്ഡ് ആവും. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മലം പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. പലർക്കും മലബന്ധം എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാണപ്പെടുന്നുണ്ട്, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. അപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും ഇത് വരാനായിട്ടുള്ളൊരു റീസൺ ഇന്നത്തെ ജീവിതശൈലിയിൽ വന്ന ഒരു മാറ്റം. കാരണം ഒട്ടുമിക്ക ആളുകളിലും വരുന്ന വർക്ക് എന്ന് പറയുന്നത് സിറ്റിംഗ് ജോബാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് പഠനങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നതിനേക്കാളും സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും അപകടകരമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നത്. അത്രയധികം അപകടകാരിയാണ് ഈ ഒരു സിറ്റിംഗ് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4-5 മണിക്കൂർ എവിടെയും എണീക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ മസിൽസുകളൊക്കെ തന്നെ അവിടെ റിലാക്സ് ആവില്ല. ഇത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിന് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിൽ, സിറ്റിംഗ് ജോബ് ഉള്ളവരിൽ പ്രത്യേകം പറയാറുണ്ട്. ഇപ്പോൾ മലബന്ധമായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നവരിൽ നമ്മൾ അവരുടെ ജോബ് എന്താണെന്നുള്ളത് ആദ്യം ചോദിക്കും, അവരുടെ വർക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സിറ്റിംഗ് ജോബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുള്ളത് 45 മിനിറ്റിനൊരിക്കൽ ഒരു ചെറിയൊരു വാക്ക് ഒന്ന് നടന്നിട്ട് വന്ന് തിരിച്ചിരിക്കുന്നതായിരിക്കും, വർക്കിലോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുക. മലം ക്ലിയർ ആയിട്ട് പോവാൻ, അതായത് വയറ്റിൽ കെട്ടിക്കിടക്കാണ്ട് ക്ലിയർ ആയിട്ട് പോകാനായിട്ട് നമുക്ക് രാത്രി ചെയ്യാവുന്ന ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. രാത്രി കിടക്കാൻ നേരം ചിയാ സീഡ്സ്, ഇത് വളരെയധികം നല്ലതാണ്. ഈ ചിയാ സീഡ്സ് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ ഇത് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഫൈബർ റിച്ച് ആണ്, നാരധികം അടങ്ങിയതാണ്. മോഷൻ വളരെ സ്മൂത്തായിട്ട് പോകാൻ സഹായകരമാവുന്ന ഒന്നാണ്. ഇനി അതല്ല, ചിലർക്കെങ്കിലും ഉണ്ടാവും, ഈ ഒരു വയറൊന്ന് ഇളക്കി കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും, വയറ് ഫുള്ളൊന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവരുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 1.5 ഓടം അല്ലെങ്കിൽ ചിലപ്പോൾ മലം ഫുള്ളായിട്ട് പോവാണ്ട് കെട്ടിക്കിടക്കുക, ഇങ്ങനത്തെ പ്രശ്നമുള്ളവരുണ്ട്. ഇവർക്ക് ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റും കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വയറ് ക്ലീൻ ചെയ്യണം എന്ന് പറയുമ്പോൾ പലരും മെഡിസിൻസ് ആണ് എടുക്കാനായിട്ട് പോകും, മരുന്നുകൾ എടുക്കും. അപ്പോൾ അത് ഒരുപാട് ലൂസ് മോഷനിലോട്ട് പോകും. പിന്നെ 2 ദിവസത്തിന് നമുക്ക് വർക്കിന് പോകാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനത്തെ വരും. അതല്ലാണ്ട് ഇപ്പം നാച്ചുറലായിട്ട് വയറ് ഇളക്കി കളയാനായിട്ട് നമുക്ക് എന്താണ് എടുക്കുക എന്ന് നോക്കുകയാണെങ്കിൽ ആവണക്കിൻ്റെ എണ്ണ, കാസ്റ്റർ ഓയിൽ തലേദിവസം രാത്രി ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് 2-3 പ്രാവശ്യം മലവിസർജനം ഉണ്ടാവും. എന്നാൽ അത് ക്ലിയർ ആയിട്ട് തന്നെ വയറ് ഫുള്ള് ക്ലീൻ ചെയ്യത്തക്ക രീതിയിൽ തന്നെ പോവാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതേപോലെ നമ്മൾ ഈ കെട്ടിക്കൊടുക്കുന്ന മലം ഫുള്ളായിട്ട് പോവാൻ രാവിലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് നെയ്യിൽ ബ്യൂട്ടേറിക് ആസിഡ് ഉണ്ട്. ഇതൊരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ആണ്. ഈ നെയ്യും അതേപോലെ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തണുത്ത വെള്ളത്തിനേക്കാൾ കൂടുതൽ ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ നെയ്യ് ആഡ് ചെയ്തിട്ട് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് രാവിലെ കഴിക്കേണ്ടത്. ഇത് ഒരു ലാക്സേറ്റീവ്, അതായത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. വൻകുടലിലുള്ള ആ ഒരു ഡ്രൈനെസ്, വരൾച്ചയൊക്കെ അത് നികത്താനായിട്ടും അതേപോലെ തന്നെ വാസോഡൈലേഷൻ എന്ന് പറയും. ഈ ചൂടുവെള്ളം നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ അവിടുത്തെ മസിൽസും അതേപോലെ രക്തക്കുഴലുകളൊക്കെ ഒന്ന് വികസിക്കുകയും അത് കെട്ടിക്കിടക്കുന്ന മലം ഈസി ആയിട്ട് പുറത്തു പോകാൻ സഹായകരമാവുന്ന ഒന്നുമാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഈ മലം എന്താണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്, എന്താ എനിക്ക് ആ ഒരു പോയ സെൻസേഷൻ ഇല്ല, പോയതിന് ശേഷം പിന്നെയും പോണം എന്നൊരു തോന്നൽ. ഇതൊക്കെ ഒട്ടുമിക്ക ആളുകൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. IBS എന്ന് പറയും. ചിലർക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതായത് വയറ്റിന്ന് പോയതിന് ശേഷം പിന്നെയും പോകണം എന്നുള്ളൊരു തോന്നൽ. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഉടനെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കഴിച്ച ഉടനെ തന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നാണ്. അവിടുത്തെ ആ ഒരു ലൈനിങ്, നമ്മുടെ വൻകുടലിലെ ആ ഒരു ലൈനിങ്, അതിൻ്റെ മ്യൂക്കസ് എന്നൊക്കെ പറയും, അതൊക്കെ വീക്ക് ആവുന്നത് കൊണ്ട്
ചിലർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം IBS ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്കുകൾ അധികം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോബയോട്ടിക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തൈര് യോഗട്ട് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഈ അപ്പം, ഇഡലി, ദോശ ഇതൊക്കെ തന്നെ പുളിപ്പിച്ച മാവാണ്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പുളിപ്പിച്ച മാവാണ്. അപ്പോൾ ഇത് നല്ലതാണ് നമ്മുടെ ദേഹത്തിന്, നമ്മുടെ വൻകുടലിൽ നല്ല ബാക്ടീരിയകളെ അധികം ഉൽപ്പാദിപ്പിക്കാൻ സഹായകരമാവുന്ന ഒന്നാണ്. അപ്പോൾ അത് കഴിക്കുന്നതും ഈ ഒരു IBS എന്ന് പറഞ്ഞ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇല്ലാതാക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ കുറച്ച് എരി കൂടുതലായിട്ട് കഴിക്കുക, അതും അല്ലെങ്കിൽ പാല്, ചിലർക്ക് മിൽക്ക് ഇൻടോളറൻസ് എന്ന് പറയും, ലാക്ടോസ് ഇൻടോളറൻസ്, പാല് കഴിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരുന്നവരുണ്ട്. പൊതുവേ പാലിൻ്റെ പ്രോട്ടീൻ, കെസീൻ എന്നുള്ളൊരു പ്രോട്ടീൻ, അതിനെ ദഹിക്കാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറുപ്രായം കഴിഞ്ഞതോടുകൂടി അത് നഷ്ടപ്പെട്ടു തുടങ്ങും. ഒരു 5 years അതിനുള്ളിൽ വരെ മാത്രമേ, മാക്സിമം 5 to 10 years വളരുന്ന കുട്ടികളുടെ ടൈമിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോട്ടീൻ, കെസീൻ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ഉള്ള മെക്കാനിസം ഉണ്ടാവുള്ളൂ. അത് കഴിയും തോറും അതിൻ്റെ ഒരു ദഹനശേഷി കുറയും. അതുകൊണ്ടാണ് പലർക്കും ഈ ഒരു പാലുൽപ്പന്നങ്ങൾ, പനീർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ, ചീസ് എന്ത് കഴിക്കുമ്പോഴും ചിലർക്ക് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയുള്ളവർ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം IBS ഇല്ലാണ്ടാവും. പിന്നെ ചിലർക്ക്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ മോഷൻ പോകുമ്പോൾ അത് ലൂസ് മോഷൻ ആയിട്ട് തന്നെ പോകും, പിന്നെ വയറ്റിൽ നിന്ന് പോണത് ഭയങ്കര മുറുകിയിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെയും ഓൾട്ടർനേറ്റ് ആയിട്ട് കാണിക്കും, ഒരു ദിവസം അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ പോകും. ഇതും ഈ IBSൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഈ മലം കെട്ടിക്കിടക്കുന്നവർക്ക് ഗ്യാസ് ഇടയ്ക്കിടയ്ക്ക് പോവുക, അതായത് കീഴ്വായു ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ഫൗൾ സ്മെല്ല് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കീഴ്വായു സാധാരണഗതിയിൽ പോകുന്നത് നല്ലതാണ്, എന്നാൽ അതിന് ഒരു അസഹനീയമായിട്ടുള്ള സ്മെല്ല് വരാറുണ്ട്. അതിന് മെയിൻ കാരണം ഹൈഡ്രജൻ സൾഫൈഡ് എന്നുള്ള അതിൻ്റെ ഒരു കെമിക്കലിൻ്റെ ഉൽപ്പാദനമാണ്. അത് നമ്മുടെ ഈ കെട്ടിക്കിടക്കുന്ന മലത്തിൽ ബാക്ടീരിയകൾ കൂടുതലായിട്ടും വരും. അതിലിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ സൾഫർ അടങ്ങിയിട്ടുള്ള ഭക്ഷണമുണ്ട്. ഇപ്പോൾ സൾഫർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചികളിൽ, അതേപോലെ വെളുത്തുള്ളി, അതേപോലെ വലിയുള്ളി, ഇതിലൊക്കെ തന്നെ സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, അതേപോലെ പാലുൽപ്പന്നങ്ങളും ഇതിലൊക്കെ സൾഫർ അടങ്ങിയിട്ടുള്ളതുണ്ട്. ഇത് കഴിക്കുമ്പോൾ കൂടുതലായിട്ടും ഈ ഒരു വായുശല്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം. വായുശല്യം ഉള്ളവർക്ക് ഇത് കഴിക്കുമ്പോഴായിരിക്കും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, കീഴ്വായുശല്യം ഇതൊക്കെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഭക്ഷണങ്ങളുടെ അളവ് കുറയ്ക്കാം. ഫുള്ളും കഴിക്കേണ്ട എന്നല്ല പറയുന്നത്, അതിൻ്റെ അളവ്, ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ചിലർക്കെങ്കിലും ഉള്ളതാണ് ഏമ്പക്കം ഇടയ്ക്കിടയ്ക്ക് വരിക. അപ്പോൾ ഇത് ദഹനത്തിൽ വരുന്ന ദഹന പ്രക്രിയയിൽ വരുന്ന ഒരു സന്തുലിതാവസ്ഥ അതിനെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വായാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇപ്പോൾ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒരു ലെവലല്ലാണ്ട് ഓരോ വായും, ശരിക്കും പഠനങ്ങൾ പറഞ്ഞു വരുന്നത് ഓരോ വായും 30 പ്രാവശ്യം അല്ലെങ്കിൽ 32 പ്രാവശ്യം ചവച്ചരയ്ക്കണമെന്നാണ്. അത്രയും പറ്റിയില്ല എന്നുണ്ടെങ്കിലും മാക്സിമം ഒരു 10-15 പ്രാവശ്യമെങ്കിലും ചവച്ച് അരച്ച് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കീഴ്വായു ശല്യമായിക്കോട്ടെ, അതേപോലെ തന്നെ ഏമ്പക്കം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, ഇതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ വൻകുടലിൽ മലം കെട്ടിക്കിടക്കുന്നത് തടയാനായിട്ട് നമ്മൾ ഓരോ ഭക്ഷണത്തിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നടക്കുന്നതും വളരെയധികം ഉപകാരപ്രദമാണ്. സിറ്റിംഗ് ജോബിലുള്ളവരാണെങ്കിലും അല്ലാത്തവരും തീർച്ചയായിട്ടും ഒരു ദിവസം 30 മുതൽ 40 മിനിറ്റ് നേരം നടത്തം നിർബന്ധമാണ്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ മസിൽസുകളൊക്കെ ഒന്ന് അയഞ്ഞു വരും. അപ്പോൾ ഈ മലബന്ധം, ആ മുറുക്കം ഒന്നും ഇല്ലാണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമുണ്ടോ? ഇപ്പം നോൺ വെജ് നിങ്ങൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ബീഫ്, മട്ടൺ അതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഇലക്കറികൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പൈനാപ്പിളിൽ ബ്രൊമിലിൻ എന്നുള്ളൊരു എൻസൈം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നോൺ വെജ് എന്തെങ്കിലും കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട്, അതിനെ ദഹിപ്പിക്കാനായിട്ട് ഈ ഒരു പൈനാപ്പിളിലുള്ള ബ്രൊമിലിൻ എന്നുള്ള എൻസൈമിന് കഴിവുണ്ട്. അപ്പോൾ പൈനാപ്പിൾ കൂടെ എടുക്കാം. ഇലക്കറികളാണെങ്കിലും അതും, അല്ലെങ്കിൽ കുക്കുംബർ എന്ന് പറയുന്നത് നമ്മുടെ കക്കരിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കാലറി കണ്ടന്റും കുറവാണ്. ഓൾമോസ്റ്റ് 0 calories ആയിട്ടാണ് നമ്മൾ കക്കരിക്കയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടെ സാലഡും കൂടെ സൈഡിൽ വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മലബന്ധം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെ തന്നെ വേറൊന്നാണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയും. അതായത് ക്രോൺസ് ഡിസീസും
അൾസറേറ്റീവ് കൊളൈറ്റിസും, ചിലർക്ക് വൻകുടലിൽ അവിടെ ഇവിടെ ആയിട്ട് പുണ്ണുകൾ ഉണ്ടാവുക, ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ട്. അങ്ങനെയുള്ളവരിൽ മലം പോകുന്ന സമയത്ത് രക്തം ഉണ്ടാവുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്നുണ്ട്. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ പോരാ. അതേപോലെ IBS ഉള്ളവർക്ക് പിന്നീട് ഫിഷറോ അല്ലെങ്കിൽ പൈൽസോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കമേ തന്നെ നിങ്ങൾക്ക് ഈ ഗ്യാസ് ഇടയ്ക്കിടയ്ക്ക് കയറുന്ന ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആ ഒരു ഷെഡ്യൂൾ മാറ്റാം, നേരത്തിന് കഴിക്കുക. കാരണം രാത്രിയുള്ള ഭക്ഷണമാണെങ്കിലും 6-7 മണി, മാക്സിമം 6 മണി 6:30 തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന നിലയ്ക്ക് കുറേ നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദഹനപ്രക്രിയകളൊക്കെ ശരിയാവാൻ തുടങ്ങും. അപ്പോൾ അതും ശ്രദ്ധിക്കാം. വാക്കിങ് സ്ഥിരമാക്കുക. ഭക്ഷണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് വാക്കിങ് ശ്രദ്ധിക്കാം. ഭക്ഷണത്തിന് മുന്നേ വെള്ളം കൂടുതൽ കുടിക്കാണ്ടിരിക്കുക. അതേപോലെ ഭക്ഷണം കഴിച്ച ഉടനെ അല്ലാണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ, അതായത് അന്നജം ഉണ്ടോ, കൊഴുപ്പുണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ഫൈബർ ഉണ്ടോ. ഏത് ഭക്ഷണം നിങ്ങൾ കഴിക്കുകയാണെങ്കിലും ഫൈബർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ടോ അതല്ലെങ്കിൽ ചീര, സാലഡുകളായിട്ട് എന്തായാലും നിങ്ങളുടെ ഭക്ഷണത്തിൽ അതും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാവിലെ വെറും വയറ്റിൽ നെയ്യ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെയ്യും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. കൊളസ്ട്രോൾ ഉള്ളവർ അതേപോലെ BP ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.